ഇന്ന് നമുക്ക് കറി വയ്ക്കാനായിട്ട് നല്ലൊരു ചൂര കിട്ടിയിട്ടുണ്ട്. ഇവിടെ തണുപ്പ് സമയമായപ്പോഴത്തേക്ക് ചൂരയും അതേപോലെ അയലയൊക്കെ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഉച്ചയൂണിൻ്റെ ഒരു വീഡിയോ ആയാലോ. അന്നേരം ചൂര നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഷ്ണങ്ങളാക്കി ദാണ്ട കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് വഴറ്റിയിട്ട് മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തോരന് വേണ്ടിയിട്ട് ഉലുവയിലയാണ് എടുത്തേക്കുന്നത്. ഇവിടെ തണുപ്പ് സമയമായതുകൊണ്ട് ധാരാളമായിട്ട് ഉലുവയില കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. കുറച്ച് നമുക്ക് വൃത്തിയാക്കാനായിട്ടൊക്കെ കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളത് കൊണ്ട് എല്ലാവരും വാങ്ങുന്ന ഒരു സാധനമാണ്. ഏതാണ്ട് നമ്മുടെ കറിയിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് കുറച്ച് മീനൊന്ന് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മസാലയൊക്കെ തേച്ചൊന്ന് നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അന്നേരം ഇന്നത്തേക്ക് നമുക്ക് ഉലുവയില തോരനും ഈ മീൻകറിയാണ് കേട്ടോ. അന്നേരം മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ദാണ്ട ഉലുവയില ഓരോന്നോരോന്നായിട്ട് പിച്ചിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കാനുണ്ട്. കുറച്ച് സമയം എടുക്കും ഇത് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിച്ചിയിട്ട് കൊടുത്ത് പിന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് മണ്ണൊക്കെ കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കഴുകി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്ക് കണ്ട മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി വേറെ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉലുവേല അരിഞ്ഞത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഉലുവേല കൈകൊണ്ട് പിച്ചിയിടുകയോ അതേപോലെ അരിയുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കൂടുതൽ എല്ലാവരും കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിയിടത്തേ ഉള്ളൂ, മുറിച്ചിടത്തേ ഉള്ളൂ. ഇനി കുറച്ച് വേവിച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മൂടി വയ്ക്കുക. അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതേപോലെ ഇളക്കി കൊടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ഉലുവയില തോരൻ റെഡി ആയിട്ടുണ്ട്. അന്നേരം തണുപ്പ് കാലത്തൊക്കെ ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ. അന്നേരം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. എന്നാണ്ട് നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ചുകൂടി ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് സെറ്റായി വരും, ഒന്ന് കുറുകി വരും. ഇപ്പോൾ അത്രത്തോളം കുറുകി വന്നിട്ടില്ല, എന്നാലും നമുക്ക് ഈ സമയത്ത് ഉച്ചയൂണിനൊക്കെ ഇതേപോലെ തയ്യാറാക്കി കുറച്ച് നേരമെങ്കിലും വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ ഉലുവയില തോരനും മീൻ കറിയും ചോറും ഒക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം.